സ്വന്തം തട്ടകത്തിൽ അപരാജിത കുതിപ്പിന്റെ വീര്യം പറഞ്ഞെത്തിയവരാണ് ഒസാസുന. ആ വീര്യത്തിനു മുന്നിൽ ബാർസലോണയെയും അടിത്തറ പറയിക്കാനായിരുന്നു അലസിയോ ലിസ്കിയുടെ പ്ലാനിംഗ്. പലതവണ ഇരു ഗോൾമുഖങ്ങളിലും ഭയം വിതച്ച് ഷോട്ടുകൾ ഉതിർത്തെങ്കിലും ഗോൾ കണ്ടെത്താൻ 80 മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു. പിന്നീടുള്ള മിനിറ്റുകൾ പറഞ്ഞത് 3 ഗോളുകളായിരുന്നു. ബാർസയുടെ വക 2 എണ്ണവും ഒസാസുനയുടെ വക 1 ഗോളും. പോയിന്റ് പട്ടികയിൽ തലപ്പത്ത് 14 പോയിന്റിന്റെ വ്യക്തമായ ലീഡ് ഉയർത്താൻ തുനിഞ്ഞിറങ്ങിയ ബാർസലോണക്ക് തെറ്റിയില്ല. ഫ്ലിക്കിന്റെ കുട്ടികൾ ഒസാസുനയെ കീമേൽ മറച്ചിട്ടു. എൽ സഡാർ സ്റ്റേഡിയത്തിലും വിജയഗാഥ തീർത്ത് ലാലിഗയിൽ തങ്ങൾക്ക് വേലിയേറ്റം തീർക്കാൻ എതിരാളികൾ ഒന്നുമില്ല എന്ന മട്ടിൽ ചോദ്യം ഉയർത്തുകയാണ്. റയൽ മാഡ്രിഡിനെ നേരിടേണ്ടത് എസ്പാനിയോളിനെയാണ്. അവിടെ പരാജയപ്പെട്ടാൽ ബാർസലോണക്ക് ചാമ്പ്യൻ പട്ടം ഉറപ്പായിരിക്കുന്നു. പന്ത് കൂടുതൽ സമയം കൈവശം വെച്ചിട്ടും ഒസാസുനയുടെ പ്രതിരോധ കോട്ട തകർക്കാൻ ബാർസലോണ പാടുപെട്ടു. മത്സരത്തിന്റെ 9-ാം മിനിറ്റിൽ തന്നെ ലെവൻഡോസ്കിയുടെ ആദ്യ പരീക്ഷണമെത്തി. വെടിയുണ്ട കണക്കെ വെടിപൊട്ടിച്ചെങ്കിലും പന്ത് വെളിയിലേക്കായിരുന്നു. തൊട്ടു പിന്നാലെ റൂണിയുടെ നിലം പറ്റിയുള്ള വെടിച്ചിൽ ഭാഗ്യമെന്നോണം ഗോൾ കീപ്പർ ഹെരേര പന്ത് കൈപ്പിടിയിലൊതുക്കി. ഒസാസുനയാകട്ടെ പ്രതിരോധത്തിൽ ഉറച്ചുനിന്ന് പ്രത്യാക്രമണങ്ങളിലൂടെ ബാർസലോണയെ ആക്രമിക്കാൻ തുടങ്ങി. മൈതാന മധ്യത്തിൽ നിന്ന് ബുദിമിർ മുന്നേറുകയാണ്. കുതിച്ചെത്തിയ അയാളെ പിടിച്ചുകെട്ടാൻ കാറ്റാളൻ പ്രതിരോധ പട തീർത്തും പാടുപെട്ടു. കാൻസലോയും കുബാർസിയും ആവും വിധം ശ്രമിച്ചതാണ്. അയാൾ അതും കടന്ന് ഗോൾ വല ലക്ഷ്യമാക്കി പന്തിനെ പായിച്ചു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ സ്കോർ ബോർഡിൽ 0-0 എന്നതായിരുന്നു. ബുദിമിറിന്റെ ആ ഒരു ഷോട്ട് പോസ്റ്റിൽ തട്ടിത്തെറിച്ചതും ഗോൾ കീപ്പർ ജോൺ ഗാർഷ്യയുടെ മികച്ച സേവുകളും ബാർസലോണയെ രക്ഷിച്ചു. മുന്നേറ്റ നിരയിൽ സർഗാത്മകതയുടെ കുറവ് അനുഭവപ്പെട്ട ബാർസലോണക്ക് 2-ാം പകുതിയിൽ കളി ജയിക്കാൻ തങ്ങളുടെ ആക്രമണ ശൈലിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. 2-ാം പകുതിയിൽ ഒസാസുനയുടെ പ്രത്യാക്രമണങ്ങളെ തടയാൻ ബാർസലോണക്ക് സാധിച്ചെങ്കിലും ഗോളുകൾ മാത്രം അകന്നു നിന്നു. മധ്യനിരയിൽ പെഡ്രി തന്റെ പരമാവധി ശ്രമിച്ചിട്ടും മുന്നേറ്റ നിരക്ക് ഫിനിഷിംഗിൽ പിഴവുകൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഇതോടെ കളി അവസാന 10ലേക്ക് നീങ്ങവേ സ്റ്റേഡിയത്തിൽ ആകാംക്ഷയും സമ്മർദ്ദവും മുറുകി. മത്സരം 80ലേക്ക് അടുക്കവേ ഫ്ലിക്ക് തന്റെ ടീമിൽ കാര്യമായ മാറ്റം വരുത്തി. പകരക്കാരനെത്തിയ റാഷ്ഫോർഡ് 81-ാം മിനിറ്റിൽ നൽകിയ അളന്നു തൂക്കിയ ക്രോസ് റോബർട്ട് ലെവൻഡോസ്കി കൃത്യമായ ടൈമിംഗ് ഹെഡറിലൂടെ പന്ത് വലയിലെത്തിച്ചു. ബോക്സിനുള്ളിലെ ലെവൻഡോസ്കിയുടെ കൃത്യമായ നിലയുറപ്പാണ് ബാർസലോണക്ക് ആദ്യ ഗോൾ സമ്മാനിച്ചത്. ആദ്യ ഗോളിന്റെ ആവേശം കെട്ടടങ്ങുന്നതിന് മുമ്പേ തന്നെ ഫെർമിൻ ലോപ്പസിന്റെ പാസിൽ നിന്ന് ഫെറാൻ ടോറസ് ബാർസയുടെ 2ാമത്തെ ഗോളും നേടി. ഒസാസുനയുടെ കയ്യിൽ നിന്ന് കളി പിടിച്ചെടുത്തതായിരുന്നു ഫെർമിന്റെ പാസ്. ഉന്നം പിടിച്ച ഫെറാൻ ടോറസിന് തെറ്റിയില്ലായിരുന്നു. അയാൾ വല കുലുക്കി. 5 മിനിറ്റിനിടെ നേടിയ ഈ 2 ഗോളുകൾ ബാർസ ജയം ഉറപ്പിച്ചുവെന്ന് കരുതിയെങ്കിലും ഒസാസുന വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. റൗളിന്റെ ഹെഡറിലൂടെ 1 ഗോൾ മടക്കി അവർ കളിക്കളത്തിലേക്ക് ആവേശകരമായി തിരിച്ചെത്തി. 8 മിനിറ്റ് നീണ്ടുനിന്ന ഇഞ്ചുറി ടൈമിൽ സമനിലക്കായി ഒസാസുന കിണഞ്ഞ് പരിശ്രമിച്ചെങ്കിലും ബാർസ പ്രതിരോധം ഉറച്ചു നിന്നു. ഒടുവിൽ ഫൈനൽ വിസിൽ മുടങ്ങിയപ്പോൾ എൽ സദറിൽ 2-1 എന്ന വിജയവുമായി ബാർസലോണ കളം വിട്ടു. അവസാന 10 മിനിറ്റിലെ പോരാട്ട വീര്യമാണ് കാറ്റാലന്മാർക്ക് ഈ നിർണായകമായ 3 പോയിന്റുകൾ നേടിക്കൊടുത്തത്. ഈ വിജയത്തോടെ ബാർസലോണ കിരീടത്തിന്റെ തൊട്ടരികിൽ എത്തിയിരിക്കുകയാണ്. 5 മാസക്കാലമായി സ്വന്തം മണ്ണിൽ തോൽക്കാത്ത ഒസാസുനയെ വീഴ്ത്തിയതിന് ടീമിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഇനി ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത് റയൽ മാഡ്രിഡ് എസ്പാനിയോൾ മത്സരത്തിലേക്കാണ്. അവിടെ റയൽ മാഡ്രിഡിന് കാലിടറിയാൽ ബാർസലോണക്ക് ചാമ്പ്യന്മാരാകാം. പിന്നീടുള്ള എൽ ക്ലാസിക്കോ അഭിമാനം നിലനിർത്താനുള്ള പോരാട്ടം മാത്രമായിരിക്കും. സീസണിന്റെ അവസാന ഘട്ടത്തിൽ ഇത്തരമൊരു വിജയം ടീമിന് നൽകുന്ന ഊർജം ചെറുതൊന്നുമല്ല. ലാലിഗ പട്ടികയിൽ 14 പോയിന്റിന്റെ ലീഡ് എന്നത് പ്രത്യേകിച്ച് റയൽ മാഡ്രിഡിന് മറികടക്കാൻ പ്രയാസമുള്ള ഒന്നായി മാറിയിരിക്കുന്നു. ബാർസയുടെ ആരാധകർക്ക് ഇനി തലയുയർത്തി നിൽക്കാം. കാരണം സ്പെയിനിലെ രാജാക്കന്മാരായി അവർ ഉടൻ വായിക്കും.